Okay, so നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇൻഫിനിക്സിന്റെ പുതുപുത്തൻ ഇൻഫിനിക്സ് ഹോട്ട് 10ന്റെ അൺബോക്സിങ്ങും പിന്നെ എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. എനിക്കറിയാം ഈ ഫോണിൻ്റെ അൺബോക്സിങ് കുറച്ച് വൈകി, ഈ സൺഡേ ആയിരുന്നു ഇതിൻ്റെ ലോഞ്ച്, പക്ഷേ ഈ ഒരു ഫോൺ വരാൻ വൈകിയതുകൊണ്ടാണ് ഈ ഒരു അൺബോക്സിങ് വൈകുന്നത്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ, നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അൺബോക്സിങ്. സോ അൺബോക്സിങ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അനന്തൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ ഇതാണ് ഇൻഫിനിക്സിൻ്റെ പുതുപുത്തൻ ഇൻഫിനിക്സ് ഹോട്ട് 10 6GB 128GB വേരിയൻ്റ് ആണ്. G70 ഹൈ ഗെയിമിംഗ് പെർഫോമൻസ് ഉണ്ട്. നമുക്ക് ബാക്ക് ഒന്ന് നോക്കാം. ഹൈ ഗെയിമിംഗ് പെർഫോമൻസ്, 6.78 ഇഞ്ചിൻ്റെ ഫുൾ വ്യൂ ഓ ഡിസ്പ്ലേ ഉണ്ട്, 5200 mAh ബാറ്ററി ഉണ്ട്, 16 മെഗാപിക്സലിൻ്റെ AI ക്വാഡ് ക്യാമറ, DTS ഓഡിയോ പ്രോസസ്സിംഗ്, ഫേസ് അൺലോക്ക്, ഫിംഗർ പ്രിൻ്റ് ഒക്കെ ഉണ്ട്. മെയ്ഡ് ഇൻ ഇന്ത്യ എന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഫോണാണ്, നമുക്കിത് മാറ്റി വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഇൻഫിനിക്സിൻ്റെ സൈഡിൽ നിന്നുള്ള ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. സിം ഇജക്ടർ പിൻ, 10 വാട്ടിൻ്റെ നോർമൽ ചാർജർ, മൈക്രോ USB കേബിളാണ് തന്നിരിക്കുന്നത്. സിലിക്കോൺ TPU കേസ് ഉണ്ട്, സ്ക്രീൻ പ്രൊട്ടക്ടറും തന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം മാറ്റി വെച്ചിട്ട് ഫോൺ നോക്കാം. ഫോണിൻ്റെ ഇൻഹാൻഡ് ഫീൽ നോക്കിയാൽ ഞാൻ കുറച്ചുകൂടി വെയിറ്റ് ഉള്ള ഫോണാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ വെയിറ്റ് ഇല്ല കേട്ടോ. സോ എക്സാക്റ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 195 ഗ്രാമാണ്, 195 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. സോ 200ൻ്റെ താഴെയാണ്. നല്ലൊരു കാര്യം തന്നെയാണ് അത്രയും വെയിറ്റ് കുറച്ചത്. സോ അത്രയും വെയിറ്റ് തോന്നുന്നില്ല. ഇത്രയും വലിയൊരു ഡിസ്പ്ലേ ഉണ്ടായിട്ടും വെയിറ്റ് കുറവാണ്. 5000 mAh ബാറ്ററി ഉണ്ട്. സോ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ തന്നെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ നോർമലി കാണാത്തൊരു ലൈറ്റ് ആൻഡ് ഷാഡോ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. എക്സാക്റ്റ് പറഞ്ഞാൽ ഇത് മൂൺലൈറ്റ് ജേഡ് ആണ് ഈ കളറിൻ്റെ പേര്. ബാക്കി 3 കളേഴ്സാണ്, ഒബ്സീഡിയൻ ബ്ലാക്ക്, ആംബർ റെഡും പിന്നെ ഓഷൻ വേവ്. ഓക്കെ, ബാക്ക് ബിൽഡ് നോക്കിയാൽ പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു ഇൻഫിനിക്സിൻ്റെ ഒരു ബ്രാൻഡിങ് ഉണ്ട്. ഇവിടെ ഹോട്ട് എഴുതിയിട്ടുണ്ട്, ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഉണ്ട്, ഫ്ലാഷ് കാണാം, പിന്നെ റിയർ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇവിടെ ഉണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. തിക്നെസ് എക്സാക്ട്ലി 8.9 mm ആണ്. ടോപ്പ് നോക്കിയാൽ കംപ്ലീറ്റ്ലി ക്ലീൻ ആണ്. സോ ഇതിൽ നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നില്ല. വോളിയം റോക്കറും പവർ ബട്ടണും റൈറ്റ് സൈഡിലാണ്. ലെഫ്റ്റ് സൈഡിലാണ് സിം ട്രേ. ബോട്ടം സൈഡിൽ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, മൈക്ക് ഉണ്ട്, മൈക്രോ USB സ്ലോട്ട് ഉണ്ട്, പിന്നെ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് ആണ്. പിന്നെ ട്രിപ്പിൾ സ്ലോട്ടാണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് 2 സിമ്മും ഒരു SD കാർഡും ഒരുമിച്ച് യൂസ് ചെയ്യാൻ കഴിയും. ഫോണിൻ്റെ കൂടെ തന്നിരിക്കുന്ന കേസ് ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള TPU കേസാണ് തന്നിരിക്കുന്നത്. ക്യാമറ ബമ്പൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്യുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സ്കാനറും കവറാണ്. പിന്നെ ഇവിടെ സൈഡിലും കവറുണ്ട്. സോ നോ ഇഷ്യൂസ്. ഞാൻ ഇൻഫിനിക്സ് ഹോട്ട് 10 ബൂട്ടൺ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിതിൻ്റെ സെൻസേഴ്സ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ മിക്ക എല്ലാ സെൻസേഴ്സും കിട്ടുന്നുണ്ട്. ആക്സിലറോമീറ്റർ, ഓറിയൻറ്റേഷൻ സെൻസർ, പ്രോക്സിമിറ്റി, ജൈറോസ്കോപ്പ് എല്ലാം ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ഫേസ് അൺലോക്ക് ഫീച്ചറും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഓക്കെയാണ്, വർക്ക് ചെയ്യുമ്പോൾ നല്ല ഫാസ്റ്റാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ വർക്ക് ആവുന്നില്ല, വെറുതെ കിടന്ന് വൈബ്രേറ്റ് ചെയ്യും, പക്ഷേ ലോഗിൻ ആവുന്നില്ല. സോ ചെറിയൊരു ഓപ്റ്റിമൈസേഷൻ്റെ കുറവ് ഉണ്ട്. നമുക്ക് എന്തായാലും ഫേസ് അൺലോക്ക് ഫീച്ചർ നോക്കാം. ഫേസ് അൺലോക്ക് ഫീച്ചറിൽ പ്രോബ്ലം ഒന്നുമില്ല, നല്ല രീതിയിൽ തന്നെ വർക്ക് ആവുന്നുണ്ട്. ഇൻഫിനിക്സ് ഹോട്ട് 10ൻ്റെ UI നോക്കിയാൽ നമ്മൾ ഓൾറെഡി കണ്ട ഒരു UI തന്നെയാണ്. നമ്മൾ സ്മാർട്ട് 4 പ്ലസിൻ്റെ ഇൻഫിനിക്സ് സ്മാർട്ട് 4 പ്ലസും ഇൻഫിനിക്സ് നോട്ട് 7ൻ്റെ അൺബോക്സിങ്ങിൽ കണ്ട എക്സാക്ട്ലി സെയിം XOS ലോഞ്ചറാണ് കൊടുത്തിരിക്കുന്നത്. XOS വെർഷൻ 7.0 ആണ് ഇതിൽ വരുന്നത്. ഇൻഫിനിക്സ് നോട്ട് 7ൽ ഇത്രയും ബ്ലോട്ട്വെയർസും അതില്ലായിരുന്നു, ആഡ്സ് ഇല്ലായിരുന്നു. പക്ഷേ ഇതിൽ ഒന്നോടെ ആഡ്സ് ഒക്കെ വന്നിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾ കാണാം ഈ ഒരു ഇൻസ്റ്റാ ആപ്സ്. ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി റെക്കമെൻഡേഷൻസ് ആണ്. എനിക്ക് തോന്നുന്നു ഇത് ഓഫ് ചെയ്യാൻ പറ്റും സെറ്റിങ്സിൽ പോയിട്ട്. സോ അങ്ങനെ നിങ്ങൾക്ക് ഓഫ് ചെയ്യേണ്ടി വരും. പിന്നെ തീംസ് ഒക്കെ ഉണ്ട്, തീംസ് ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈപ്പ് ചെയ്യുമ്പം ഈ ടൂൾ ബോക്സ് വരുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് ലെഫ്റ്റും റൈറ്റും സ്വൈപ്പ് ചെയ്യുമ്പം സ്പെഷ്യൽ ടൂൾ ബോക്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ വേറെ ഒരുപാട് കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പം കയറുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് 2 വീഡിയോസിൽ. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ ഇതിൻ്റെ UIയിൽ എനിക്ക് അങ്ങനെ സ്റ്റക്കും ലാഗൊന്നും കിട്ടിയില്ല. സ്മാർട്ട് 4 പ്ലസ് ചെറിയ സ്റ്റക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നോട്ട് 7 ആ സ്റ്റക്കിലായിരുന്നു. ഇതിലും ആ സ്റ്റക്കില്ല. സോ എനിക്ക് ആ സ്റ്റക്കൊന്നും ഫീൽ ചെയ്തില്ല. നല്ല രീതിയിൽ സ്മൂത്തായ രീതിയിൽ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, നോ ഇഷ്യൂസ്. ഇൻഫിനിക്സ് ഹോട്ട് 10ൻ്റെ ഡിസ്പ്ലേ നോക്കിയാൽ ഇത്തവണയും ഇൻഫിനിക്സ് വലിയൊരു ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 6.78 ഇഞ്ചിൻ്റെ HD+ റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ്. അതിനോടൊപ്പം തന്നെ 91.2% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉണ്ട്. IPS LCD ഡിസ്പ്ലേ ആണ്. 480 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ 2.5D കർവ്ഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഓബ്വിയസ്ലി ഇതിൻ്റെ സൈസ് ആണ്. സോ 6.78 ഇഞ്ചിൻ്റെയാണ് ഡിസ്പ്ലേ. സോ നിങ്ങൾക്ക് വലിയ ഡിസ്പ്ലേ ഉള്ള ഫോൺസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഈ ഫോൺ ഇഷ്ടപ്പെടും.
വേറെ ഡിസ്പ്ലേസിൽ ഇഷ്യൂസ് ഒന്നുമില്ല. സോ നല്ല രീതിയിൽ തന്നെ കളർ കാലിബ്രേറ്റഡ് IPS LCD ഡിസ്പ്ലേ ആണെങ്കിൽ നല്ല കളേഴ്സ് ഒക്കെ ഉണ്ട്, നല്ല അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ്സും ഉണ്ട്. പിന്നെ ഇൻഫിനിക്സ് ഹോട്ട് 10ന്റെ പ്രൈസ് കാറ്റഗറി ഒക്കെ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫുൾ HD+ ഡിസ്പ്ലേ ഒരു ഫോണിൽ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം HD+ ആണ്. സോ അങ്ങനെ നോക്കുമ്പോൾ വളരെ നല്ല ഒരു കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു HD+ ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ടോപ്പ് ലെഫ്റ്റ് സൈഡിലാണ് ഒരു പഞ്ച് ഹോൾ ക്യാമറ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വലിയ ഡിസ്പ്ലേയിൽ മൂവീസും TV സീരീസും ഇതൊക്കെ കാണാൻ നല്ല താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നല്ലൊരു ഫോൺ തന്നെയായിരിക്കും. ഡിസ്പ്ലേൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാൽ എനിക്ക് അങ്ങനെ കംപ്ലയിൻസ് ഒന്നുമില്ല. ഈ ഫോണിൻ്റെ നെക്സ്റ്റ് ഹൈലൈറ്റ് ആണ് ഇതിൻ്റെ 6GB 128GB വേരിയൻറ്റ്. സോ സിംഗിൾ വേരിയൻറ്റിലാണ് വരുന്നത്. 6GB 128GB ആണ് വേരിയൻറ്റ്. സോ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ അണ്ടർ 10,000 എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും ഒരു ഫോൺ ഉണ്ടെന്ന്. ഇപ്പം ലേറ്റസ്റ്റ് ഇറങ്ങിയ ഒരു ഫോണിലും 6GB റാം ഇല്ല. സോ 6GB റാം നിങ്ങൾക്ക് വേണമെങ്കിൽ, അതും LPDDR4 റാം ആണ് കൊടുത്തിരിക്കുന്നത്. സോ LPDDR4 6GB റാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരേ ഒരു ഫോൺ ഇൻഫിനിക്സിൻ്റെ ഹോട്ട് 10 ആണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ അൺബോക്സിങ്ങിൽ കണ്ടതുപോലെ ഇതിൽ ഡെഡിക്കേറ്റഡ് ആയ മൈക്രോ SD കാർഡിൻ്റെ സ്ലോട്ടും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് റാം സ്റ്റോറേജിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇഷ്യൂസ് ഒന്നുമില്ല. ഹോട്ട് 10ൽ തന്നിരിക്കുന്ന പ്രോസസ്സറാണ് MediaTekൻ്റെ Helio G70. സോ ഈ ഒരു അണ്ടർ 10,000 10,000 താഴെയുള്ള പ്രൈസ് സെഗ്മെൻറ്റിൽ വരുന്ന ഫോൺസിൽ ഈ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയി വരുന്ന ഫോണിൽ മിക്ക ഫോൺസിലുള്ള ഒരു പ്രോസസ്സറാണ് ഈ ഹീലിയോൻ്റെ G70. നമ്മൾ ഓൾറെഡി ഒരുപാട് ഫോൺസിൽ കണ്ട ഒരു പ്രോസസ്സറാണ്. ഇതിലും നല്ല രീതിയിൽ തന്നെ ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഹൈ ലെവൽ അല്ലെങ്കിൽ മീഡിയം ഹൈ ലെവൽ ഗെയിമിംഗ് ഒന്നും പറ്റത്തില്ല. ലോ ഗെയിമിങ്ങും ലോ മീഡിയം ലെവലുള്ള ഗെയിമിംഗ്. സോ 10,000 താഴെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോസസ്സേഴ്സാണ് ഈ G70. സോ അത്യാവശ്യം പെർഫോമൻസിന് വേണ്ടിയൊക്കെ ഡീസൻറ്റ് നല്ല പെർഫോമൻസ് തന്നെ കിട്ടും. അവിടെ ഇവിടെയായിട്ട് ഫ്രെയിം ഡ്രോപ്പും ലാഗൊക്കെ ഉണ്ട്, എസ്പെഷ്യലി ആസ്ഫാൾട്ട് പോലത്തെ ഗെയിംസിലൊക്കെ ലാഗൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ COD മൊബൈൽ ആണെങ്കിലും PES ആണെങ്കിലും ഡീസൻ്റ് ആണ്, ഒരുപാടൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ 10,000 പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ആണ്. നെക്സ്റ്റ് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പിനെ കുറിച്ച് സംസാരിക്കാം. സോ ഇൻഫിനിക്സ് പറയുന്ന അനുസരിച്ച് ബാക്കിൽ റിയർ സൈഡിൽ 16 MP AI ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. പക്ഷേ അതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്യാമറ 2 ക്യാമറാസ് മാത്രമേ ഉള്ളൂ. സോ ഒരു മെയിൻ പ്രൈമറി ക്യാമറയുണ്ട്, പ്രൈമറി ക്യാമറ സെൻസറുണ്ട് 16 MP. സെക്കൻഡ് 2 MP മാക്രോ ആണ്. ബാക്കി 2 ക്യാമറകൾ, മൂന്നാമത്തെ ക്യാമറ ഡെപ്ത് സെൻസറാണ്. ഫോർത്ത് ക്യാമറ ലോ ലൈറ്റ് സെൻസർ ആണെന്ന് പറയുന്നുണ്ട്. എനിക്കതിൻ്റെ എക്സാക്റ്റ് യൂസ് മനസ്സിലായിട്ടില്ല. സോ മെയിൻലി നോക്കുകയാണെങ്കിൽ 2 ക്യാമറാസാണ് കിട്ടുന്നത്. 8 MP അല്ലെങ്കിൽ ഒരു 5 MP ഒരു അൾട്രാ വൈഡ് ക്യാമറ കൊടുക്കേണ്ടതായിരുന്നു, പക്ഷേ അത് കൊടുത്തിട്ടില്ല. സോ നിങ്ങൾ മെയിൻലി യൂസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പ്രൈമറി സെൻസറാണ്. കാരണം മാക്രോ വെച്ച് ഫോട്ടോസ് എടുക്കുമ്പോൾ അത്രയും ക്ലാരിറ്റി ഒന്നും കിട്ടുന്നില്ല. സോ മാക്രോ ആണെന്ന് പറയാം, പക്ഷേ പിന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ചും 10,000 താഴെയാണ്. സോ ഞാൻ ഒരുപാടൊന്നും ക്യാമറ പെർഫോമൻസ് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ മെയിൻ ക്യാമറയുടെ പെർഫോമൻസ് ഡീസൻ്റ് ആണ്. സ്പെഷ്യലി ഇതിൻ്റെ വീഡിയോ പെർഫോമൻസ് ഒക്കെ നോക്കുമ്പോൾ എക്സ്പോഷർ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഫോക്കസിങ്ങിൻ്റെ ചെറിയൊരു ലാഗ് ഉണ്ട്. കുറച്ച് സമയം എടുക്കാറുണ്ട് നമ്മൾ ഫോക്കസിങ്. അപ്പം ദൂരെ ഉള്ള ഒരു ഓബ്ജക്റ്റിൽ നിന്ന് അടുത്തുള്ള ഓബ്ജക്റ്റിലേക്ക് ഫോക്കസ് മാറ്റുമ്പോൾ ഒരു ഓട്ടോമാറ്റിക് ഫോക്കസിങ് ചെറിയ രീതിയിൽ ഇച്ചിരി സമയം എടുക്കാറുണ്ട്. പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. ഇതിൻ്റെ പ്രൈസ് കാറ്റഗറി വെച്ചൊക്കെ നോക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ. 8 MP സെൽഫി ക്യാമറയാണ് കിട്ടുന്നത്. നോർമലി നിങ്ങൾ ലൈറ്റ് ഫ്രണ്ടിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഓക്കെയാണ്, ഡീസൻറ്റ് ഫോട്ടോസ് കിട്ടും. എന്നാലും ഫോട്ടോസിൽ ആ ക്ലാരിറ്റി ഇല്ല. നമ്മൾ ഇത് സ്ക്രീനിൽ കാണുമ്പം, ലൈവായിട്ട് സ്ക്രീനിൽ കാണുമ്പോൾ ക്ലാരിറ്റി നമുക്ക് ഫോട്ടോൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞ് കിട്ടുന്നില്ല. ഞാൻ 2 സാമ്പിൾസും കാണിച്ചു തരാം. സോ ഞാൻ ഫോട്ടോ എടുക്കാതിരുന്നപ്പം സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ആ സ്ക്രീൻഷോട്ടിൻ്റെയും പിന്നെ ഫൈനൽ ഫോട്ടോൻ്റെയും ഞാനൊരു സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങൾക്കപ്പോൾ മനസ്സിലായി ഞാൻ പറയുന്ന കാര്യം. സോ ഹാർഡ്വെയറിൽ ഇഷ്യൂ അല്ല, എനിക്ക് തോന്നുന്നത് പ്രോസസ്സിങ്ങിൻ്റെ ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല രീതിയിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ, സോ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് എക്സ്പോഷർ അല്ലെങ്കിൽ ഒരുപാട് ഹൈലൈറ്റ്സ് ഉണ്ടെങ്കിൽ ഫോട്ടോയിൽ കണ്ടമാനം ബ്ലൂ കളർ കയറി വരുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് ഞാനൊരു ബ്ലൂ ഫിൽറ്റർ ഓൺ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഫിൽറ്ററൊക്കെ എടുത്ത് നോക്കിയപ്പോൾ എല്ലാം ഫിൽറ്റേഴ്സ് ഓഫാണ്. സോ അത് നാച്ചുറലി നോർമലി വരുന്നതാണ്. സോ അത് എന്തോ ഒരു പ്രശ്നമുണ്ട് ഇതിൻ്റെ ഓപ്റ്റിമൈസേഷനിലാണോ ഹാർഡ്വെയർ ആണോ സോഫ്റ്റ്വെയർ ആണോ എന്ന് അറിയില്ല. എവിടെയോ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ സാമ്പിൾസ് കാണിച്ചു തരാം. സോ വീഡിയോയിലും വരുന്നുണ്ട്, ഫോട്ടോസിലും വരുന്നുണ്ട്. ഫോണിൻ്റെ ബാറ്ററി ആൻഡ് ചാർജിങ് സെറ്റപ്പ് നോക്കിയാൽ 5200 mAh ബാറ്ററി കൊടുത്തിരിക്കുന്നത്. സോ നല്ലൊരു വലിയ ബാറ്ററി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ചാർജർ നമ്മുടെ 10 വാട്ടിൻ്റെ നോർമൽ ചാർജറാണ്. സോ അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട് ഫുൾ ചാർജ് ആകുമ്പോൾ. സോ 0 to 100% ഏകദേശം 3 മണിക്കൂർ എടുക്കും. ഹെഡ്ഫോൺ ജാക്ക് തന്നിട്ടുണ്ട്, ഓക്കെയാണ്. അത്യാവശ്യം ഡീസൻറ്റ് പെർഫോമൻസ് തന്നെയാണ് ഹെഡ്ഫോൺ ജാക്കിലൂടെ കിട്ടുന്നത്. ഓക്കെ സൗണ്ടാണ്. സ്പീക്കേഴ്സ് DTS സൗണ്ടിൻ്റെ സപ്പോർട്ട് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ലൗഡ്നെസ് കുറച്ചുകൂടെ ആവാമായിരുന്നു. ലൗഡ്നെസ് ലേശം കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കി സൗണ്ട് ക്വാളിറ്റിയിൽ ഇഷ്യൂ ഒന്നുമില്ല. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ സൗണ്ട് ക്വാളിറ്റിയിൽ ഇഷ്യൂ ഒന്നുമില്ല. ലൗഡ്നെസ് കുറച്ചുകൂടെ ആവാമായിരുന്നു. ഫോണിൻ്റെ മറ്റു ഫീച്ചേഴ്സ് നോക്കിയാൽ ഡ്യുവൽ 4G വോൾട്ടേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ
വൈഫൈ കോളിങ്ങിൻ്റെ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. വൈഡ് വൈൻ L3ൻ്റെ സപ്പോർട്ടാണ്, L1 ഇല്ല, വൈഡ് വൈൻ L3 ആണ് കിട്ടുന്നത് സർട്ടിഫിക്കേഷൻ. പിന്നെ FM റേഡിയോൻ്റെ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. ഈ ഫോണിന് സിംഗിൾ വേരിയൻറ്റ് മാത്രമേ ഉള്ളൂ, 6GB 128GB. അതിൻ്റെ പ്രൈസാണ്, ഫ്ലിപ്കാർട്ടിലുള്ള പ്രൈസാണ് 9,999 റുപ്പീസാണ്. സോ 10,000 താഴെ വരുന്ന ഒരു ഫോണാണ്. 10,000 താഴെയുള്ള പ്രൈസ് കാറ്റഗറിയിലും ഇപ്പോൾ ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്, ഒരുപാട് നല്ല ഫോൺസ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഇൻഫിനിക്സ് ഹോട്ടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വലിയൊരു ഡിസ്പ്ലേ ആയിരിക്കും. 6.78 ഇഞ്ചിൻ്റെ വലിയൊരു HD+ ഡിസ്പ്ലേ ആണ്. ഫുൾ HD+ അല്ല, HD+ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ കാലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ ആണ്. പിന്നെ 6GB റാം കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു ഫോൺ ഉണ്ടെന്ന്. ഇപ്പം ലേറ്റസ്റ്റ് ഇറങ്ങിയ ഫോൺസ് വെച്ച് നോക്കുമ്പോൾ മറ്റൊരു ഫോണിലും 6GB റാം ഇല്ല. സോ നിങ്ങൾക്ക് ഇതിൽ 6GB റാം പ്ലസ് 128GB സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. 5000 mAh 5200 mAh ബാറ്ററി. സോ നല്ലൊരു ബാറ്ററി ബാക്കപ്പും കിട്ടും. സോ ഇതാണ് ഈ ഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ്. സോ ഇതായിരുന്നു ഇൻഫിനിക്സ് ഹോട്ട് 10ൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ. ബാക്കി നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു ഇൻഫിനിക്സ് ഹോട്ട് 10നെ കുറിച്ച്, ഇതിൻ്റെ ഒരു പോസിറ്റീവ് നെഗറ്റീവ്സ് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് അതും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നവരെ, ദിസ് ഈസ് Infinix Perfect Tech signing off. Goodbye.